ഓക്കെ ഗായ്സ്, എന്തായാലും ഞാൻ ഇപ്പം എന്തായാലും പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കണതൊക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഓട്ടോയും ഞങ്ങളൊക്കെ നമ്മളെന്തായാലും അടിച്ചു മാറ്റാനായിട്ട് നോക്കുകയാണ്. പക്ഷേ അത് മൊത്തത്തിൽ എന്തായാലും ഫെയിലായിപ്പോയി. നമ്മളാണെങ്കിൽ പകുതി ഇഴച്ച് പോയപ്പം 2 പോലീസുകാരവിടെ ബ്ലോക്ക് ഇട്ട് വെച്ചിരുന്നു. അതിൽ കൊണ്ട് ഇടിച്ച് നമ്മൾ നേരെ വേണ്ട ഇവിടെ ജയിലിൽ എന്തായാലും കൊണ്ടിട്ടു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഞാൻ എന്തായാലും 1 വർഷമായിട്ട് ഈ ഒരു ജയിലുകളൊക്കെ എന്തായാലും കിടക്കുകയാണ്. ഫൈനലി എനിക്ക് അങ്ങനെ ജാമ്യങ്ങളൊക്കെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ എന്തായാലും ഫൈനലി അങ്ങനെ പുറത്തിറങ്ങി. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഫുൾ ഫൈൻ അടക്കണം. ഏകദേശം 1,50,000 രൂപ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അത് മൊത്തം അടച്ചാൽ നമുക്ക് എന്തായാലും ഇനി ഇറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ച സമയം തരും, അതിനുള്ളിൽ അടക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഓട്ടോയും ഞങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചെന്നാലും ബജാജിൻ്റെ ആൾക്കാർ എന്തായാലും എടുക്കാനായിട്ട് വന്നിരുന്നു. വെച്ചാൽ നമ്മൾ ലോണൊന്നും അടക്കില്ലായിരുന്നല്ലോ, എന്തായാലും നമ്മൾ ജയിലിലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അത് കേസിൻ്റെ കാര്യമായിട്ട് എന്തായാലും ആ വണ്ടി എന്തായാലും അവർ എടുത്തുകൊണ്ട് സമ്മതിച്ചില്ല. പക്ഷേ അത് നമുക്കാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും അതിൻ്റെ ഫുള്ളായിട്ടുള്ള ബാക്കി ലോണുകൾ മൊത്തത്തിൽ അടക്കണം. ഓക്കെ, ഇനിയുള്ള ലോണല്ലാതെ പറയും. ഓക്കെ, കഴിഞ്ഞ മാസം വരെയുള്ള ഫുൾ ലോണും എന്തായാലും അടക്കണമെന്നാണ് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ ഓട്ടോങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയിൽ തന്നെ. ഇവിടെ എന്തായാലും കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ MBTയുടെ വണ്ടിയൊക്കെയാണ് ഏറ്റവും അറ്റത്ത് കിടക്കണം. ഓക്കെ, GTR എല്ലാം ഉണ്ട്, താറൊക്കെ. നമ്മൾ മാത്രമേ ഓട്ടോ. ഓക്കെ, ഓട്ടോ ആണെങ്കിൽ ലോണും ഇനി അടയ്ക്കണം. എന്ത് ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്കെന്തായാലും വേറെ എന്തെങ്കിലും വഴി ആലോചിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ തന്നെ എന്തായാലും ഇരിക്കുകയാണ്. ആ സൈക്കിള് തുരുമ്പെടുത്ത് പണ്ടാരടങ്ങിയാണ്. നമ്മുടെ സൈക്കിൾ അവിടെ കിടക്കുകയാണ്. അത് പിന്നെ ഒന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമുക്കെന്തായാലും പോവാം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഇതിൻ്റെ റിവേഴ്സ് എന്തായാലും എടുത്തെന്തായാലും പോവാം. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ബാക്കിൽ കൂടെ എന്തായാലും നമുക്ക് കറങ്ങി എന്തായാലും പോവാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നൈസായിട്ട് അങ്ങനെ ബാക്കിൽ കൂടെ എന്തായാലും നമ്മളങ്ങനെ കട്ട് ചെയ്ത് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാൻ അറിയാതെ ആ വഴി കൂടെ പോയതാണ്. ഓക്കെ, നമ്മുടെ വീടിപ്പോഴും ഉണ്ടോ എന്ന് തന്നെ എന്തായാലും കണ്ടാലും അറിയാം. ഓക്കെ, എന്തായാലും ഒരാഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ നമ്മൾ 1,50,000 രൂപ അവിടെ അടയ്ക്കണം. അതല്ലാതെ നമ്മുടെ വണ്ടിയുടെ ലോൺ തന്നെ ഏകദേശം 1,00,000 എത്രയോ രൂപ ഉണ്ട്. ഓക്കെ, വേറെ വഴിയിൽ നമുക്ക് ലോൺ എടുക്കാം. ഓക്കെ, അതല്ലാതെ വേറെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, ഓക്കെ, നമുക്കൊരു കോളും ഞാനൊക്കെ വരണുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും വണ്ടിയും ഞാനൊക്കെ ഇവിടെ എന്തായാലും നിർത്തിയിട്ട് എന്തായാലും എടുത്തെന്തായാലും നോക്കാം. ഓക്കെ, ഹലോ സാർ, ഞാനാണെങ്കിൽ ബജാജിൻ്റെ ഷോറൂമിൽ നിന്നാണ് വിളിക്കണത്. നിങ്ങളാണെങ്കിൽ ഇതുവരെ ആയിട്ടാണെങ്കിൽ വണ്ടിയുടെ ലോൺ അടച്ചില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നാണെങ്കിൽ നോക്കിയപ്പോൾ നിങ്ങളാണെങ്കിൽ ആ ഒരു ജയിലിൽ എന്തായാലും മറ്റേ കേസിൻ്റെ കാര്യത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പോലീസുകാരാണെങ്കിൽ വണ്ടി കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. 3 ദിവസത്തിനുള്ളിൽ ഫുൾ പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് സാർ. അയ്യോ, അങ്ങനെ ചെയ്യില്ല. ഞാൻ പൈസ ഫുള്ളായിട്ട് തന്നെ അടയ്ക്കാം. എത്രയാണ് പൈസ ഉള്ളത്? 1,72,000 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ ഫുള്ളായിട്ടുള്ള എമൗണ്ട്. ഈ ഒരു മാസമല്ല, 1 വർഷത്തത്. അപ്പോൾ സാർ 3 ദിവസത്തിനുള്ളിൽ അടച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കൊണ്ട് വീട്ടിൽ സുഖമായിട്ടിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ശരി എന്നാൽ. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് എന്തായാലും ആളുകളൊക്കെ എന്തായാലും വിളിച്ചിട്ടുണ്ടൊക്കെ. 3 ദിവസത്തിനുള്ളിൽ ഫുൾ പൈസ അടച്ചില്ലെങ്കിൽ വണ്ടിയും കൊണ്ടെടുത്തുകൊണ്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിച്ചൊക്കെ. എത്ര നാളെ നമ്മൾ വീട്ടിൽ നമ്മുടെ ഓട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സത്യത്തിൽ ഇങ്ങനെയൊന്നും വണ്ടി കിട്ടത്തില്ല. ഓക്കെ, പക്ഷേ പോലീസുകാരുടെ അതുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി കൊണ്ട് വന്നത് തന്നെ. അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയിട്ട് എടുക്കേണ്ട അവസ്ഥ തന്നെ. ഓക്കെ, ഞാൻ റെഡിയാനായിട്ട് പോകണം. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യണം. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും അല്ലാതെ എന്തായാലും ഒരു ലോണുകളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 2,50,000 രൂപ എന്തായാലും ലോണുകളൊക്കെ എന്തായാലും എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും മൊത്തത്തിൽ എന്തായാലും നമ്മളങ്ങനെ ലോണുകളൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം 2,50,000 രൂപ ഉണ്ട്. ഇതിൽ 1,50,000 രൂപ പോലീസ് സ്റ്റേഷനിൽ
ബാക്കി 1,72,000 രൂപ നമ്മുടെ വണ്ടിക്കൊക്കെ. അയ്യോ, സത്യത്തിൽ അതും നമുക്ക് അടയ്ക്കണം. പക്ഷെ നമുക്ക് ഓട്ടോ ഓടിച്ചോടിച്ച് നമുക്ക് നല്ല പൈസയും കണക്ക് എന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ എന്തായാലും നേരെ നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിലോട്ട് പോകാനായിട്ട് പോകണമൊക്കെ. അവിടെ പോയിട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള ക്യാഷും കണക്ക് അടയ്ക്കാം. ഓക്കെ, നമ്മുടെ ബജാജിൻ്റെ ഷോറൂമും കണക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡാണ്. ഓക്കെ, അവിടെ നമുക്ക് ഫസ്റ്റ് ഫുൾ ക്യാഷ് വേണ്ടി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നമുക്ക് അവിടത്തുള്ള ക്യാഷൊക്കെ അടയ്ക്കാം. ഓക്കെ, എന്നാലും നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ ഗൈസ്? ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ബജാജിൻ്റെ ഷോറൂമിൽ ഞാൻ ഫ്രണ്ടിൽ കൂടെ കയറണില്ല. ഫ്രണ്ടിൽ കൂടെ കയറിയാൽ തല പോക്കാൻ പറ്റില്ല ഗൈസ്. സത്യത്തിൽ നാണക്കേടല്ലേ നമ്മൾ ഇത്ര ദിവസം നമ്മൾ ജയിലിലല്ലേ കിടന്നത്. അതുകൊണ്ട് ബാക്കിൽ കൂടെയാണ് കയറണം. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ ആരെങ്കിലും നിൽക്കണമെങ്കിൽ അവരെല്ലാം കൊടുത്തിട്ട് വരും. ഓക്കെ, ഇതിപ്പോൾ ഒറ്റ മനുഷ്യരല്ല. ഓക്കെ, ഞാൻ നൈസായിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ ഓട്ടോയും കണക്കെ ഇവിടെ എല്ലാം പാർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ പോയിട്ട് ആ ഒരു ഫുൾ ക്യാഷും കണക്കെ അടച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ഒരു ക്യാഷും കണക്കെ മൊത്തത്തിൽ അടച്ചിട്ട് ഉണ്ട്. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലോൺ അടയ്ക്കണം. നമുക്കിപ്പം ഫസ്റ്റ് മാസം കണക്ക് നമുക്ക് 5,000 രൂപ നിങ്ങൾക്ക് വെച്ചാൽ അടയ്ക്കണം. ഓക്കെ, എന്താവുന്നൊരു പിടിയിൽ നിന്നില്ല. ഓക്കെ, ഞാൻ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് അവിടുത്തെ പൈസയും കൂടെ അടച്ചിട്ട്. അയ്യോ, ഓക്കെ, ഈ വണ്ടി കയറ്റി പണിയണമെന്നും കൂടെ ഉണ്ട്. പക്ഷെ അതിന് ഇനി പൈസയാവും. ഓക്കെ, ഇപ്പം എൻ്റെ അല്ലാതെ എക്സ്ട്രാ അല്ലാതെയുള്ള ബാക്കി കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ എത്രയാണ് 20,000 രൂപയും കണക്ക് അല്ലാതെ ഉണ്ട്. ഓക്കെ, അല്ലാതെ കുറേ പോയി. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് വണ്ടി ഒന്ന് കയറ്റി പണിയണം. വണ്ടിയുടെ ഓയിലൊക്കെ പോയി കിടക്കണം. ചെറുതായിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് വണ്ടി പിടിക്കുമ്പോൾ നേരെ നിൽക്കാത്തതുണ്ട്. നമ്മളിപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങൊക്കെ പോയാണ് നിൽക്കണം. ഓക്കെ, ഇത് സ്പീഡ് എടുക്കാനും പറ്റുന്നില്ല. ഓക്കെ, വണ്ടി ഒന്ന് കയറ്റി പണിയാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി പണിയാൻ വേണ്ടി കഴുകിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാൻ പറയാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ അതിനുള്ള ഫണ്ടൊന്നും എൻ്റെ കയ്യിലില്ല പൈസ. ഓക്കെ, നമുക്ക് ഇപ്പോൾ പൈസ എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഫൈനലി അങ്ങനെ എത്തിയിട്ട് ഉണ്ട്. ഓക്കെ, പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മുടെ ക്യാഷൊക്കെ മൊത്തത്തിലെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വണ്ടിയും കണക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ താർ ഇവിടെ കിടക്കുകയാണല്ലോ. ഓക്കെ, നമുക്ക് സാറുമാരെല്ലാം പൈസ കൊടുക്കാം. സാറേ, ഞാനാണെങ്കിൽ അന്നത്തെ ഒരു കേസിലെ ആളാണ്. പറഞ്ഞിട്ടുള്ള 1,50,000 രൂപ ഇവിടെ വച്ചിട്ടുണ്ട്. വെക്കോ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി കയറ്റുന്ന പണിയാണ്. നമുക്ക് മാക്സിമം ഒരു 10,000-നുള്ളിൽ തന്നെ നമുക്ക് വണ്ടി പണി ഇറക്കാം. എന്നുവെച്ചാൽ നമ്മളതിൽ അധികം പൈസയും കണക്കില്ല. ഓക്കെ, കയ്യിലിരിക്കുന്ന പൈസ തന്നെ ലോണാണ്. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഒരു പൈസയും പോലും ഇല്ല. ആകപ്പാടെ എൻ്റെ അക്കൗണ്ടിലുള്ള 2,000 രൂപയാണ്. ഓക്കെ, നമുക്കിപ്പം വണ്ടി എടുത്തോടെ നൈസായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോയി നമുക്കൊന്ന് ഓയിൽ മാറ്റി ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റി നമ്മുടെ വണ്ടി ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ടയറിൽ എൻ്റെ ഇടയിൽ കൂടെ വണ്ടിയിൽ കൊണ്ട് ഇടിച്ചൊക്കെ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള പാർട്സുകളെല്ലാം മാറ്റി ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, ഫൈനലി ഞാൻ ഇവിടെ ഇപ്പോൾ സർവീസ് സെൻറ്ററിലോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ, വണ്ടിയും ഞങ്ങളൊക്കെ ഇവിടെ ഫൈനലി നമുക്ക് ഇട്ടിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചേട്ടനോട് നമുക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ, എന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ളായിട്ട് എല്ലാം തന്നെ സെറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ സമയം മൊത്തത്തിൽ പോയിട്ട് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 13 രൂപയും കണക്കായി. വെച്ചാൽ നല്ല പണിയുണ്ടായിരുന്നു.
ഞാൻ കഴുകുകയും ചെയ്തു, അല്ലാതെ നേരത്തെ ഇടിച്ചത് അതും കൂടെ ശരിയാക്കി ചെറിയൊരു വൃത്തികേടുണ്ട് ഓക്കെ. അത് ലോണെല്ലാം അടച്ച് കയറി നൽകി, അതുകൊണ്ട് ഞാൻ ശരിയാക്കി. അത് അടച്ചുകൊണ്ടാണ് കുറേ കൂടെ പൈസ ആയത് ഓക്കെ. അതിന് എന്തോ 6000 രൂപ എന്തോ ആയി ഓക്കെ. എന്തായാലും ഇപ്പോൾ ഫുള്ളി സെറ്റാണ് വണ്ടി ഓക്കെ. നമുക്കപ്പോൾ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും തിരിച്ചെന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് എന്തായാലും കൊണ്ടിടാം ഓക്കെ. ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോകണല്ലോ, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി അങ്ങ് നിർത്തിയിട്ടിരിക്കുക ഓക്കെ. ഇന്നിപ്പം വലിയ ഓട്ടം കിട്ടാൻ ചാൻസ് ഇല്ല, എന്തായാലും ഇപ്പം വൈകിട്ടായിട്ടുണ്ട്, എന്നാലും നമുക്ക് ചുമ്മാ ഇടാം ഓക്കെ. അങ്ങനെ സാർ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈക്കിളോടെ കിടക്കണം, അത് പിന്നെ വല്ലതും പോയി എടുക്കാം ഓക്കെ. ഓക്കെ എല്ലാം സെറ്റാണ് ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഈ ഒരു സ്റ്റോറിങ്ങളൊക്കെ എന്തായാലും ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം ഓക്കെ. ഇനി അടുത്തൊരു കിടിലൻ സംഭവമായിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ എന്തായാലും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാം ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സീസൺ 2 ആയിട്ട് ഞാൻ എന്തായാലും ഉടനെ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.